ഒരു പുരാണ കഥാപാത്രമാണ് ശകുന്തള. വിശ്വാമിത്ര മഹർഷിക്ക് മേനകയിലാണ് ശകുന്തള ജനിച്ചത്. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി മാലിനി നദിക്കരയിൽ തപസ്സനുഷ്ഠിക്കവേ ഇന്ദ്രൻ മേനകയെ തപസ്സു മുടക്കുവാനായി നിയോഗിക്കുകയും മേനകയുടെ സൗന്ദര്യത്തിൽ വിശ്വാമിത്രൻ ആകൃഷ്ടനാകുകയും അനുരാഗം തോന്നുകയും ചെയ്തു. മേനക മുനിയിൽ നിന്നും ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും എന്നാൽ കുഞ്ഞിനെ മേനകയ്ക്ക് ദേവലോകത്തേക്ക് ഒപ്പം കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്നതിനാൽ മാലിനി നദിക്കരയിൽ ഉപേക്ഷിച്ച് യാത്രയാവുകയും ചെയ്തു. പിന്നീട് അതുവഴി വന്ന കണ്വമുനി രക്ഷിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ശകുന്തങ്ങൾ ലാളിക്കുന്നത് കാണുകയും അദ്ദേഹം കുഞ്ഞിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശകുന്തങ്ങൾ ലാളിച്ചതിനാൽ കുഞ്ഞിന് ശകുന്തള എന്ന പേരു നൽകി. അനസൂയ, പ്രിയംവദ എന്നീ 2 തോഴിമാരും ശകുന്തളയ്ക്കുണ്ടായിരുന്നു. ശാകുന്തളം മഹാകവി കാളിദാസന്റെ കാവ്യകൃതികളെ അപേക്ഷിച്ച് നാടകങ്ങളാണ് സാമാന്യ ജനങ്ങളെ അധികമായി ആകർഷിച്ചിട്ടുള്ളത്. കാവ്യേഷു നാടകം രമ്യം എന്ന് കവിവചനവുമുണ്ടല്ലോ. കാളിദാസ നാടകങ്ങളിൽ ഏറ്റവും ജനപ്രിയമായതും ഏറ്റവുമധികം ഭാഷകളിൽ പരിഭാഷകളുള്ളതും ശാകുന്തളത്തിനാണ്. മഹാഭാരതം ആദിപർവത്തിലെ ശകുന്തളോപാഖ്യാനമാണ് കാളിദാസൻ ഈ നാടകരചനയ്ക്ക് ആധാരമാക്കിയത്. തികച്ചും ലളിതമായ ഈ ഇതിവൃത്തത്തിന്റെ അത്യന്തം ആകർഷണീയമായ ഒരു കഥയാക്കി രൂപപ്പെടുത്തിയത് കാളിദാസന്റെ അതുല്യ പ്രതിഭയുടെ ഉത്തമോദാഹരണമാണ്. കാളിദാസൻ ശാകുന്തളം നാടകം രചിച്ചിട്ട് അതിലെ ഓരോ ഭാഗവും വീണ്ടും വീണ്ടും പരിഷ്കരിച്ചു. പിന്നീട് 18 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉത്തമകൃതി പുറത്ത് പ്രകാശിപ്പിച്ചതെന്ന് ഒരു ഐതിഹ്യവുമുണ്ട്. എല്ലാം കൊണ്ടും ശാകുന്തളം രചിക്കപ്പെട്ട് 2 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ലോകമെങ്ങുമുള്ള കാവ്യരസികരായ സഹൃദയരെ അത് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന കാര്യം ഈ കൃതിയുടെ മഹത്വത്തെ വിളിച്ചോതുന്നു. ആദ്യന്തം രമണീയമായ ശാകുന്തള നാടകത്തിൽ 4-ാം അംഗമാണ് ഏറ്റവും മികച്ചതെന്നും അതിൽ തന്നെ 6, 9, 17, 18 എന്നീ 4 ശ്ലോകങ്ങളാണ് ഏറ്റവുമധികം ശ്രേഷ്ഠമെന്നുമാണ് പണ്ഡിതമതം. ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രസിദ്ധ ശ്ലോകമുണ്ട്. കാവ്യേഷു നാടകം രമ്യം തത്ര രമ്യ ശകുന്തള തത്രാപി ച ചതുർത്ഥോംഗഃ തത്ര ശ്ലോകചതുഷ്ടയം. രസരീസയിലൂടെ ഈ 4 ശ്ലോകങ്ങളെ അവതരിപ്പിക്കുന്നത് ആസ്വദിക്കുക. बाष्पवृत्ति
ri sa ri sa